ലോഹിത് സാറിന്റെ ഒരു കണ്ടെത്തലാണ്. ഓർമ്മയുണ്ടോ ആദ്യ കാണലുകളും കാര്യങ്ങളൊക്കെ? ആ കാലത്തൊക്കെ ചിലപ്പോൾ പ്രിന്റ് മാഗസിനിൽ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു കാണും. ശരിക്കും എന്താ പറയാ, എൻ്റെ ആദ്യത്തെ സിനിമ ദേവദാസി എന്നൊരു സിനിമയാണ്. ബിജു വർക്കി ഡയറക്റ്റ് ചെയ്ത്. അതെ, ബിച്ചേട്ടൻ സാറിൻ്റെ അസിസ്റ്റൻ്റ് ഒക്കെ ആയിരുന്നു. അപ്പം എന്താ പറയാ, ഈ ദേവദാസിയുടെ പോസ്റ്റർ ഇറങ്ങിയത് അത് സാർ അങ്ങനെ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ദിലീപേട്ടൻ ത്രൂ ഞാനത് എന്താ പറയുക, ഞങ്ങൾ രണ്ടുപേരുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു അജി കിഴിലം എന്ന് പറഞ്ഞിട്ടൊരു കോസ്റ്റ്യൂമർ. അപ്പം അദ്ദേഹമാണ് എൻ്റെ അടുത്ത് ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ ദിലീപേട്ടനായിട്ട് സംസാരിക്കുമ്പം സാറിങ്ങനെ ഒരു പോസ്റ്റർ കണ്ടു. അപ്പം സാറിങ്ങനെ ഒരു പടം ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പം സാറിൻ്റെ മനസ്സിലുള്ളൊരു രൂപമാണ് എന്നൊക്കെ സാറ് പറഞ്ഞു എന്നുള്ളത് അറിഞ്ഞ് അതങ്ങനെ ഇദ്ദേഹം എന്നെ വിളിച്ചു പറയുകയും ഞാൻ അങ്ങനെ സാറിനെ വിളിക്കുകയാണ് ഉണ്ടായത്. വിളിച്ചിട്ട് സാറിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ സാറിനെ കാണാൻ പോവുക ചെയ്തത്. അല്ല, ആ സമയത്ത് ഈ സുധീർ മിശ്ര എന്നല്ലേ, സുധീർ മിശ്ര അതെ 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 കഥാപാത്രത്തിന്റെ പേര് സുധീർ. ഞാൻ പിന്നീട് ഒരിക്കൽ നിഷാന്ത് എന്നെ കണ്ടപ്പോ, ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ ശരിക്കും എവിടെയാണ് സ്ഥലം? ഞാൻ തൊടുപുഴയിലാ എന്ന് പറഞ്ഞു. തൊടുപുഴ? ഞാൻ നിങ്ങൾ വല്ല ബോംബെക്കാരനുമാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. നിഷാന്ത് പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് പേർ വിചാരിച്ചു, അതുകൊണ്ട് പിന്നീട് അതിന്റെ വാലയിൽ മലയാള സിനിമയിലേക്ക് ആലോചിക്കുമ്പോ ബോംബെക്കാരനല്ലേ, അറിയില്ലല്ലോ അല്ലേ, അത് സംഭവിച്ചിട്ടുള്ള കാര്യമല്ലേ? എൻ്റെ അടുത്ത് പലരും ആ സമയത്ത് സംസാരിക്കാൻ വരികയൊക്കെ മലയാളത്തിലല്ല, അത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ സംസാരിച്ചായിരിക്കും വരിക, മലയാളി അല്ല എന്നുള്ളൊരു രീതിയിൽ. എനിക്കൊന്ന് സാറും ആഗ്രഹിച്ചിരുന്നത് എന്താ പറയുക, അങ്ങനെ ഒരു അപ്പിയറൻസും. പിന്നെ ഇതിനു മുമ്പ് മലയാളത്തിൽ ഞാൻ അന്നേരം പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും സാർ എന്നോട് പറഞ്ഞിരുന്നു, അതായത് ഇതുവരെ നിന്നെ ആർക്കും അങ്ങനെ വലുതായിട്ട് അറിയില്ല, നീ അങ്ങനെ ഒരു അറിയപ്പെട്ട് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നിന്നെ ഞാൻ കാസ്റ്റ് ചെയ്യില്ലായിരുന്നു, നിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ നിന്നെ ഇപ്പോഴും ആർക്കും അറിയില്ല, നീ 2-3 പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും. അതുകൊണ്ട് ഇതിലിങ്ങനെ ഒരു ആ ക്യാരക്ടറാണെങ്കിലും പടത്തിലെ കഥാപാത്രമാണെങ്കിലും അതെ ഒരു പുറമേയൊക്കെ പോയി സർക്കസ് പഠിച്ച് വരുന്ന ഒരു മലയാളി അല്ല എന്നുള്ളൊരു തോന്നല് വരുന്നത് ആ കഥാപാത്രത്തിന് നല്ലതാണ്. ഇച്ചിരി നമുക്ക് കണ്ടുപരിചയമില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡും നമുക്ക് ഇച്ചിരി വെറുപ്പ് സമ്പാദിക്കുന്ന പരിപാടികളൊക്കെ ഉള്ള ഒരാൾ തന്നെയായിരുന്നു ആ സിനിമയ്ക്കകത്ത് വന്നിരുന്നത്. ഈ ലോഹിത് സാർ സംവിധാനം ചെയ്യാൻ പറഞ്ഞല്ലോ, അപ്പൊ ആദ്യം ഭൂതക്കണ്ണാടി അന്നേ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം സിബി സാറിന് എഴുതുന്ന സമയത്തോ ആ സമയത്തോ എപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ച് സംവിധാനം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ ആഗ്രഹം പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. എൻ്റെ അടുത്ത് ആദ്യം ഈ ഭൂതക്കണ്ണാടിയുടെ കഥ പറയാൻ വേണ്ടിയിട്ട് മദ്രാസിലെ എഡിറ്റിംഗ് റൂമിൽ, AVM എഡിറ്റിംഗ് റൂമിൻ്റെ പുറത്തിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഞാനൊരു കഥ പറയട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കഥ പറഞ്ഞോളൂ. പുള്ളി അവിടെ ഇരുന്നൊരു കഥ പറയുന്നത്, അതാണ് ഭൂതക്കണ്ണാടി. എന്ത് പറഞ്ഞു, ഇത് ഞാൻ സംവിധാനം ചെയ്യാനായിട്ട് ഞാൻ രൂപപ്പെടുത്തിയ കഥയാണ് എന്ന് പറഞ്ഞു. അത് കൃത്യമാണ്, നിങ്ങളുടെ ആ തീരുമാനം കറക്റ്റാണ്, നിങ്ങൾ ചെയ്യേണ്ട കഥയാണ്, ലോഹി തന്നെ ചെയ്യേണ്ട ഒരു കഥയാണ്. കാരണം ഇത് വളരെ സ്പെഷ്യലാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ ഞാനും ലോഹിയുമായിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നേരത്തെ പറഞ്ഞ ഒരു എന്താണ് കലയും കച്ചവടമൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയല്ല ഇത്. കൃത്യമായിട്ടും ഒരു വേറൊരു ജനസിൽപ്പെട്ടൊരു സിനിമയാണ് അത് ലോഹി ചെയ്യുന്നതും. ഒരു സംവിധായകൻ എന്ന നിലയിൽ ലോഹിക്ക് ആദ്യത്തെ സിനിമയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ലോഹി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് ആ ഒരു സംസാരത്തിൽ നിന്നാണ് ലോഹിക്കിടയിൽ സംവിധാനത്തിലുള്ള താല്പര്യം ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത്. ലോഹി പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ ലോഹിയുടെ അന്ന് പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു കഥ വരുമ്പോൾ ഇത് ഞാൻ ചെയ്യേണ്ടതാണെന്ന് ലോഹിക്ക് തോന്നുമ്പോൾ മാത്രമേ സംവിധാനം ചെയ്യാവൂ. കാരണം ലോഹിയുടെ ഒരു ടെമ്പർമെൻ്റ് തന്നെ, ലോഹിക്കൊരു ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാനും ഒരു അങ്ങനത്തെ ഒരു ഏരിയയിൽ ലോഹിക്ക് അത്ര പ്രാവീണ്യമാണ്. ലോഹി മുറിക്കകത്തിരുന്ന് കഥ എഴുതുകയും അത് ഈ പറയുന്ന പോലെ അതിൻ്റെ മാനസിക വ്യഥകളും അതിൻ്റെ സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരാളാണ്. വളരെ സ്വകാര്യമായ ഒരു രീതിയിലാണ് ലോഹിയുടെ ഒരു സൃഷ്ടി സംഭവിക്കുന്നത്. ഒരു ലൊക്കേഷനിലൊക്കെ എത്തുമ്പോൾ വേറൊരു കാര്യമുണ്ട്, ഒരു ക്രൗഡ് മാനേജ്മെൻ്റ് ഉണ്ട്, സിറ്റുവേഷൻ ഹാൻഡ്ലിംഗ് ഉണ്ട്, അങ്ങനെ കുറേ ഡിസിഷൻ മേക്കിംഗ്. പിന്നെ ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറിപ്പോകും. ലൊക്കേഷൻ ചെല്ലുമ്പോൾ വിചാരിച്ച കാര്യം ഉണ്ടാകത്തില്ല. ഒരു മഴ പെയ്താൽ തീരുന്ന കാര്യം, ഒരു ആർട്ടിസ്റ്റ് വരാതിരുന്നാൽ മാറിപ്പോകുന്ന കാര്യങ്ങൾ. അത്തരം പ്രഷറൊക്കെ ലോഹിക്ക് എഴുത്തിലെ പ്രഷർ പോലെ അല്ല, ഇത് കുറച്ചും കൂടെ ശരീരത്തെയും കൂടെ ബാധിക്കുന്ന പ്രഷറുകളാണ്. നമ്മുടെ മനസ്സിനെ നമ്മളെ ടെൻഷനിലേക്ക് കയറ്റും. ആ സിനിമ കഴിഞ്ഞതോടുകൂടി ലോഹിക്ക് സംവിധാനത്തിലുള്ള അവസരങ്ങൾ ഇങ്ങനെ വന്നു പോയപ്പോൾ ലോഹി അതിനകത്തേക്ക് അങ്ങ്
എന്താണ് കൂടുതലായിട്ട് കയറി. സംവിധാനത്തിലേക്ക് കയറിപ്പോയി. ആ സമയത്ത് ഭൂതക്കണ്ണാടി ആദ്യത്തെ മികച്ച നവാഗത സംവിധായകനുള്ള നാഷണൽ അവാർഡ്, നാഷണൽ അവാർഡ്. നടിക്ക് അവാർഡ്, സ്റ്റേറ്റ് അവാർഡുകൾ, ഒരുപാട് സ്ക്രിപ്റ്റിന് ഉള്ള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് വന്നിട്ടുള്ളത്.